എന്തൊക്കെയുണ്ടോ പേപ്പറിൽ വിശേഷം? വീട്ടമ്മ കള്ളനെ പിടികൂടി. ഈ വീട്ടമ്മമാർക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? നമ്മുടെ വില കളയണ ഏർപ്പാട്. ഈ പിടികൂടാൻ നിന്ന് കൊടുക്കുന്ന അവനെയൊക്കെ വേണം തല്ലാൻ. കക്കാൻ പോകുന്നതിന് മുമ്പ് ഇവന്മാരാ കമ്മാരന്റെ ഈ ഈനാശുവിന്റെ അടുത്ത് പോയിട്ട് 4 മോഷണം പഠിക്കട്ടെ. കള്ളന്മാരായി ജനിക്കണമെങ്കിൽ അവന്മാരെ പോലെ ജനിക്കണം. നല്ല തറവാടിത്തുള്ള കള്ളന്മാരാ. എടാ ഈനാശു, എനിക്ക് നിന്നെ പറ്റി ഭയങ്കര പ്രതീക്ഷകളായിരുന്നു. നീ എന്റെ കൂടെ കൂടിയിട്ട് വർഷം 14 ആയില്ലേ? അതെ. ഇന്ന് വരെ ഒരു കിണ്ണം നീ കട്ടിട്ടുണ്ടോടാ? കിണ്ണം അവിടെ ഇരിക്കട്ടെ, അത് പിന്നെ എടുക്കാം. ആശാൻ അങ്ങനെ തന്നെ കൊച്ചാക്കരുത്. ആശാൻ അറിയാത്തൊരു രഹസ്യം ഞാൻ പുറത്തു വിടട്ടെ. എന്ത് രഹസ്യം? ഇന്നലെ രാത്രി ഞാൻ എവിടെയായിരുന്നു? എന്റെ കൂടെ മൂക്കറ്റം തിന്നിട്ട് കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങിയില്ലേ? അങ്ങനെ തോന്നിയില്ലേ? പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ആശാൻ ഉറങ്ങി, ഞാൻ എഴുന്നേറ്റു. കുറ്റിരട്ടത്ത് ഞാൻ ഇറങ്ങി നടന്നു. നേരെ ഒരിടത്ത് കയറി. എന്റെ ഉന്നം പിടച്ചില്ല. മുറി കുത്തി തുറന്ന് ഞാൻ അകത്ത് കയറി. ഭീമാകാരനായ ഒരു ഗോദറേജ് അലമാര. തന്ത്രം ഉപയോഗിച്ച് ഞാൻ അലമാര തുറന്നു. നേരോ? അമ്മയാണ് സത്യം. എന്നിട്ട് അലമാര കാലിയായിരുന്നു. നോക്കുമ്പോൾ വേറൊരു ഗോദറേജ് അലമാര. അതും ഞാൻ തുറന്നു. വിശ്വസിക്കാൻ പറ്റിയില്ല, അതും കാലിയായിരുന്നു. ഞാൻ വിട്ടില്ല ആശാനെ. നോക്കുമ്പോ ഒരു മുട്ടൻ അലമാര ചാരി വെച്ചിരിക്കുന്നു. അത് തുറന്നപ്പോഴേ കാലി. എടാ, പഴയ കാലമല്ലിത്. നമ്മളെപ്പോലുള്ളവരെ പേടിച്ച് ഇപ്പൊ എല്ലാവരും ബാങ്കിലെ ലോക്കറുകളിലാണ് പണവും സ്വർണവും സൂക്ഷിക്കുന്നത്. അതല്ല ആശാനെ, പിന്നീടാണ് മനസ്സിലായത് അതൊരു ഗോദറേജ് അലമാരയുടെ ഷോറൂമായിരുന്നു. ആണോ? എന്നാ ഒരു 2-3 അലമാരെങ്കിലും നിനക്ക് പൊക്കിക്കൊണ്ട് വരായിരുന്നില്ലടാ കള്ള പരീക്ഷ. എന്നിട്ട് വേണം കള്ളൻ ഇനാശു അലമാര വീണ് ചത്തുന്ന് പേപ്പറിൽ വരാൻ. അതും ശരിയാണല്ലോ. ആശാൻ എന്നെ കൊന്നു അടങ്ങുമല്ലോ. അയ്യോടാ, അങ്ങനെ യാതൊരു ഉദ്ദേശവും എനിക്കില്ലടാ. എനിക്കറിയല്ലേ ബാബാ? എന്നാ ഈ ഒളിച്ചോട്ട കേസും വാണിഭ കേസും ഇലക്ഷൻ ഡ്യൂട്ടി നോക്കി നോക്കി പോലീസുകാരുടെ അടപ്പളായി. നമസ്കാരം. 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 ഇതാ സാറിന്റെ പതിവ് കോട്ട, ബിസ്ക്കറ്റും കടലയും. ഇതാ സാറിന്റെ സിഗരറ്റ്. ഇതാ സാറിന്റെ അമ്മച്ചിക്ക് മുറുക്കാൻ. എന്റെ ഈശോയെ, ഈ കമ്മാരന് ആഴ്ചയിലൊരിക്കൽ വന്ന് ഒപ്പിടുന്നതിന് പകരം ഡെയിലി വന്ന് ഒപ്പിട്ടിരുന്നെങ്കിൽ എത്ര പൊതികൾ കിട്ടിയാലേ. എവിടെന്നെങ്കിലും പൊക്കിയിട്ട് വേണ്ടേ ഇതൊക്കെ കൃത്യസമയത്ത്. കമാരു, അനിയ പോയി ഒപ്പിട്ട് വാ. കേട്ടായി. എടാ, അന്തസ്സുള്ളവര് ആഴ്ചയിലൊരിക്കൽ വന്ന് ഒപ്പിട്ടിട്ട് പോണത് കേട്ടോ. നിനക്കെന്നോട് ആയിക്കൂടാ. സർക്കാരിന്ന് ശമ്പളവും പറ്റി സാധുക്കളെ ഇടിച്ചു നിരത്താനുള്ള ആലോചനയാണല്ലേടോ. പഴയ പണിയൊന്നും വീണ്ടും തുടങ്ങിയിട്ടില്ലല്ലോ? ഇല്ല സാർ, ഞാനിപ്പോ ഒരു പുതിയ മനുഷ്യനാണ്. 100% സൽസ്വഭാവി. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒക്കെ കൂടി വരുന്ന സമയമാണ്. വേണ്ടാത്ത പണിക്ക് വല്ലതും പോയാൽ ഇടിച്ചതിന്റെ പരിപ്പിളക്കം മനസ്സിലായോ? ആ, ഒപ്പിട്ടിട്ട് പൊക്കോ. ഹലോ, എസ് ഐ ഹിയർ. എന്താടാ കൊച്ചാപ്പി? എടാ, ഉച്ചയ്ക്ക് കറി എന്താണ് വേണ്ടതെന്ന് ഇപ്പോഴാണോ വിളിച്ചു ചോദിക്കുന്നത്? രാവിലെ നിനക്ക് എന്തായിരുന്നു പണി? ആ, ശരി. ഞാന് കോൺസ്റ്റബിളിന്റെ കയ്യിൽ ഒരു കോഴി വാങ്ങിച്ചു കൊടുത്തു വിടാം. കറിയോ ഫ്രൈയോ എന്താണെന്ന് വെച്ചാ ഉണ്ടാക്ക്. ആ, പിന്നെ അയാളുടെ കയ്യില് ആ TV കൂടെ കൊടുത്തയക്കണം. TV അല്ലടാ, TV റിപ്പയറിങ്ങിന്. ആ, ശരി. ഒപ്പിട്ടില്ലേ? പിന്നെന്താടാ? വിരലടയാളം. ആരാ? ഓ, കോഴിയാണല്ലേ? ആ, TV എടുത്തോണ്ട് പോയിക്കോളൂ. എന്താ ഇത്? കോഴിയോ? ഞാൻ വിചാരിച്ചു പുലിയാണെന്ന്. ഇതിനെന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തോ? സാർ, ഞാൻ വീട്ടിൽ ചെന്നപ്പോ കൊച്ചാപ്പി പറഞ്ഞു വേറൊരു കോൺസ്റ്റബിൾ വേറൊരു കോഴിയെ കൊടുത്തിട്ട് സാറിന്റെ TV എടുത്തോണ്ട് പോയത്. കോഴി കൊണ്ടുപോയി ആളുടെ കയ്യിൽ TV കൊടുക്കാൻ സാറ് പറഞ്ഞു. ഞാൻ കൊടുത്തു. ഓഹോ, അങ്ങനെയാണല്ലേ? TV മാത്രമാക്കി എന്തിന്? ഈ വീട്ടിലെ എല്ലാ സാധനങ്ങളും പിറക്കി കൊടുക്കാൻ ഞാൻ എന്താ സാർ, നമ്മൾ വീട് മാറാൻ പോവാണോ? വീട് മാറുന്നില്ല, നിന്നെ ഇവിടുന്ന് മാറ്റാൻ പോവുക. അയ്യോ സാർ, ഒരു തവണ കൂടി എന്നോട് ക്ഷമിക്കണം സാർ. ഇനി കോഴിയെ കൊണ്ട് ആര് വന്നാലും ഞാൻ TV കൊടുക്കത്തില്ല. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മരിക്കാൻ നേരത്ത് അച്ഛന് കൊടുത്ത വാക്കിനെ കരുതി മാത്രമാ. ഈശ്വര, എന്റെ TV അടിച്ചോണ്ട് പോയവന്മാരാരായിരുന്നാലും അവന്മാര് വെള്ളം ഇറങ്ങി ചാവില്ല. നല്ല ചൂട് പട്ട.
നല്ല ചുട്ട ചിക്കൻ. ഈ ചുട്ട ചിക്കനും പട്ടേ നല്ല കൂട്ടല്ലേ ആശാനെ? കട്ട മുതൽ വിറ്റ് കിട്ടിയതല്ലേ, തട്ടിക്കോ തട്ടിക്കോ. ആ അതിരിക്കട്ടെ, ടി വി എന്തെല്ലാം കൊടുത്തു? പാതി വിലക്ക് കൊടുത്തു. ഛേ, അത് മോശമായി പോയി. ദാനം കിട്ടിയ പശുവിന്റെ വായിലെ പല്ലെണ്ണരുത്. നീ അങ്ങനെ കൊണ്ട് കടന്ന് ചിന്തിക്കണ്ട. മോശമായി പോയെന്നോ? ആ പറഞ്ഞത് തിരിച്ചെടുത്തു. ആ കേട്ട് കേട്ട്. ആശാൻ ഈ ബുദ്ധി ഇല്ലായിരുന്നെങ്കിൽ നീ നിന്റെ ഫാമിലിയും പട്ടിണി കിടന്ന് ചീഞ്ഞേനെ. സത്യം. ആശാൻ ഈ മോഷണം അവിടെ നിന്ന് പഠിച്ചു? ഒരിടത്തുനിന്നും പഠിച്ചതല്ല, പരമ്പരാഗതമായി കിട്ടി. അത് ശരി. എന്റെ അച്ഛൻ കള്ളനായിരുന്നു, അച്ഛന്റെ അച്ഛൻ പെരുങ്കള്ളനായിരുന്നു. പകല് തെങ്ങിക്കയറ്റം, രാത്രി വീട്ടിൽ കയറ്റം. ഇടക്കിടക്ക് പോലീസ് സ്റ്റേഷനിൽ കയറും. അവര് മരിക്കുന്നത് വരെ പോലീസിനൊന്ന് തൊടാൻ പോലും കഴിഞ്ഞില്ല. അതെന്താ ആശാനെ? നാട്ടുകാർ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടി. അപ്പൊ ഒരു റോബറിംഗ് ഫാമിലി ആയിരുന്നു. പറ്റിയ ആളുടെ അടുത്ത് തന്നെ ഞാൻ വന്ന് പെട്ടത്. ആ. നമ്മളുടെ അവസാനമൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. നീ പറഞ്ഞു പേടിപ്പിക്കടാ ഈനാശു. പേടിയാണെങ്കിൽ പഠിക്ക് നിൽക്കരുത് ആശാനെ. എന്നെ ഏൽപ്പിക്ക്. മോഷണം കാണാൻ ഞാൻ കാഞ്ചിറ പുല്ലേ. നല്ല ഒറിജിനൽ പട്ട അറിയാതെ വായിന്ന് വീണു പോയതാ. മതി, ഇനി വായിന്ന് വീഴണ്ട. ശരിയാ. കള്ളന് കഞ്ഞി വെച്ച തെണ്ടി. ഇതാണ് വർക്കിംഗ് മാപ്പ് അഥവാ ചാർട്ട്. നമ്മൾ ആഗ്രഹിച്ച സുദിനം സമാഗതമായിരിക്കുന്നു. വന്നണഞ്ഞൂന്ന് കിഴങ്ങ്. ഇതാണ് സഹകരണ ബാങ്ക്. ഈ ബ്രാഞ്ചിലേക്ക് ആവശ്യമായ പണം ഹെഡ് ഓഫീസിൽ നിന്നും വിത്ഡ്രോ ചെയ്യാൻ 2 പേർ പോകും. പറയുന്ന മുഴുവൻ കേട്ടേച്ച് പോടോ. ക്ലർക്കും അറ്റൻഡറുമാണ് പോകുന്നതെങ്കിൽ 3 ലക്ഷവും, ഒരു ഓഫീസറും അറ്റൻഡറും ആണെങ്കിൽ 5 ലക്ഷം വരെ ഹെഡ് ഓഫീസിൽ നിന്നും വിത്ഡ്രോ ചെയ്യാമെന്നാണ് ബാങ്ക് നിയമം. നീ പിന്തുടരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ ചുവടും കരുതലോടുകൂടി വേണം വെക്കാൻ. അയ്യോ പറ്റിച്ചോ, ഇത് സ്വർണ്ണമല്ല പിത്തളയാ. കള്ള പലിശ. താടി. നീ എന്റെ ശിഷ്യൻ തന്നെയാണടാ മകനെ. ബ്രദറെ ഈനാശോ, ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, വിഷമിപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നിന്റെ ഉണക്ക കാല് പിടിക്കും. ഇനി ഞാൻ നിന്റെ മുഖത്ത് നോക്കി ഒരു സത്യം പറഞ്ഞോട്ടെ. ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് ഈ തല നിനക്കൊരു അലങ്കാര വസ്തു മാത്രമാണെന്ന്. ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത് ഇത് നിറയെ ബുദ്ധി മിക്സ് ചെയ്ത തലച്ചോറാണെന്ന്. കാണട്ടെ കാണട്ടെ, തുറക്ക് തുറക്ക്. തല തുറക്കാനോ? അയ്യോ, തട്ടിക്കൊണ്ടുവന്ന പെട്ടി തുറക്കാൻ. പുസ്തകം, പെൻസില്, ചോക്ലേറ്റ്, ഉപ്പുമാ. ഉന്നം പഠിച്ചു പോയ ആശാന്. വിടുവാ.